ഇന്ത്യ തിരിച്ചടിച്ചു തുടങ്ങി. ഇന്നലെ രാത്രി 1:44 AM ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര താവളങ്ങളിൽ ആക്രമിച്ചത്. ഇന്ത്യയുടെ തന്ത്രം പാകിസ്ഥാനിലെ അവരുടെ സിവിൽ കേന്ദ്രങ്ങളിൽ ആക്രമിക്കത്തില്ല, അതോടൊപ്പം തന്നെ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കത്തില്ല, ഇൻസ്റ്റലേഷനിൽ ആക്രമിക്കത്തില്ല, വാണിജ്യ കേന്ദ്രം ആക്രമിക്കില്ല, അവരുടെ പൊതുജനങ്ങൾക്ക് അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. അത് ലോകരാഷ്ട്രങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി. നമ്മൾ ഇപ്പോൾ 9 സ്ഥലത്ത് നമ്മുടെ ബോർഡറിനപ്പുറം ഇന്ത്യയിൽ നിന്ന് മിസൈൽ അയച്ചു. 2 ചെറിയ ആയുധങ്ങളെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് സ്കാൽപ് ക്രൂസ് മിസൈലാണ്. അത് 100 കിലോമീറ്റർ വരെ പോകുന്നത് മാത്രമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. 500 കിലോമീറ്റർ പോകുന്ന മിസൈൽസ് നമ്മൾ തൊട്ടിട്ടില്ല, അത് കൈവശമുണ്ട്. നമ്മുടെ ആയുധങ്ങൾ വളരെ സയൻറ്റിഫിക്കും വളരെ പ്രിസൈസ്ഡായിട്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ സേന എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഇപ്പോഴും ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടായിരിക്കുന്നത്. അതിർത്തിയിൽ 33 സ്ഥലങ്ങളിൽ ഷെല്ലാക്രമണം നടത്തി 3 ഇന്ത്യക്കാരെ കൊല്ലപ്പെടുകയും ചെയ്തു. അവരുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് നമ്മൾ 9 സ്ഥലങ്ങൾ അവരുടെ ഭീകരപ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങൾ മാത്രം. ബഹവൽപൂരിലെ ആ സ്ഥലത്തും മുസഫറാബാദിലും കോട്ലിയിലും മുരിഡക്കിലും അതുപോലെ പാക് പഞ്ചാബ് പ്രവിശ്യയിലും ബഹൽപൂരിലും അങ്ങനെ 5 സ്ഥലത്തും മൊത്തം 9 സ്ഥലത്താണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇന്ത്യ ഭാഗത്ത് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാക് അല്ലെങ്കിൽ പാകിസ്ഥാൻകാരുടെ ഡിഫൻസ് തന്ത്രത്തെ അനുസരിച്ച് ഇന്ത്യയുടെ 5-6 പ്ലെയിനൊക്കെ തകർത്തെറിഞ്ഞു എന്നൊക്കെ വെറും വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ കാശ്മീരിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഹെലികോപ്റ്റർ വന്ന് വീണിട്ടുണ്ട്. അത് പാകിസ്ഥാൻ്റെ ആണെന്ന് കരുതുന്നു. അത് ആളില്ല, അവിടെ ഒരു വയലിൽ കത്തിക്കരിഞ്ഞ് കിടന്നു. പാകിസ്ഥാൻ്റെ തന്ത്രം അവർ ചെറിയ രീതിയിലുള്ള ഷെല്ലിങ് 33 സ്ഥലത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ലാതെ അതിലപ്പുറത്തോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഈ ഓപ്പറേഷന് അതിന് പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. പ്രധാനമന്ത്രി തന്നെയാണ് ആ പേരിട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 1:44 പ്രഹരം തുടങ്ങിയപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. കാരണം നമ്മുടെ ഇന്ത്യയിലെ പല സ്ത്രീകളുടെയും കാശ്മീരിലെ കൊല്ലപ്പെട്ട ആ പുരുഷന്മാരുടെ ഭാര്യമാർ അല്ലെങ്കിൽ സഹോദരിമാർ, വിവാഹം കഴിച്ചവരുടെ പലരെയും ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടുകൊണ്ട് നെറ്റി ചാർത്തിയ സിന്ദൂരം അവർക്ക് മായ്ച്ചു കളയേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായി പ്രൈം മിനിസ്റ്റർ ഇട്ടത് ഓപ്പറേഷൻ സിന്ദൂറാണ്. നമ്മൾ ആക്രമിച്ച സ്ഥലങ്ങളിൽ 9 സ്ഥലങ്ങളും അത് അവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അവർ ട്രെയിനിങ് നടത്തുന്നതും അവരുടെ ഓഫീസുകളിലും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ലഷ്കർ ഇ തോയ്ബയാണ് പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ 26 സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നത്. അവരുടെ ചീഫ് 3 പേരെ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഹഫീസ് സയ്യിദ് ആണ് അത് സ്ഥാപിച്ചത്. സഫർ ഇക്ബാൽ ഉണ്ട് അവിടെ, അബ്ദുൾ യൂസഫ് അസാം എന്ന് പറഞ്ഞ ആൾ. ഇവർ 3 പേരുമാണ് അത് നിയന്ത്രിക്കുന്നത്. സ്ഥാപകൻ ലഷ്കർ ഇ തോയ്ബയുടെ ഹാഫിസ് സയ്യിദ് തന്നെ. 3 പേരെയും കൊലപ്പെടുത്തുന്നിടം വരെ നമ്മൾ യുദ്ധം ചെയ്യും. അവരുടെ തട്ടകത്ത് മാത്രമേ ആക്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് പാകിസ്ഥാനിലെ സൈനിക വൃത്തങ്ങളെ ഒന്നും നമ്മൾ ആക്രമിക്കില്ല. ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ, അത് ലഷ്കറുടെ ആസ്ഥാനം മുർദിദ ഖൈൻ എന്ന സ്ഥലത്താണ്. മുർദിദ ഖൈനിലെ തീർച്ചയായിട്ടും ആക്രമണം ഉണ്ടായി. അതുപോലെ പാകിസ്ഥാനിലെ ഇന്ത്യക്കെതിരായിട്ടുള്ള അടുത്ത ഭീകര സംഘടന ലൈഷെ ഇ മുഹമ്മദാണ്. അതിൻ്റെ മൗലാന മസൂദ് ഹസനാണ് അതിൻ്റെ ചീഫ്. അയാളെ നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യയിൽ ഒരു പ്ലെയിൻ പാകിസ്ഥാനിലേക്ക് തട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത്
നമ്മുടെ ഇന്ത്യയുടെ കുറേ സഹോദരങ്ങളെ അവർ പിടിച്ചു വെച്ചു, അവരെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഭീകരവാദികൾ, നമ്മൾ ഇന്ത്യൻ ജയിലുകളിൽ പാർപ്പിച്ചിരിക്കുന്ന ടെററിസ്റ്റിലെ ആൾക്കാരെ വിട്ടുകൊടുക്കണം എന്നൊരു ലിസ്റ്റ് തന്നു. അങ്ങനെ വിട്ടുകൊടുത്തതിൽ ഏറ്റവും വലിയ മുന്തിയ ടെററിസ്റ്റ് ഗ്രൂപ്പ് നേതാവായിരുന്നു മൗലാന മസൂദ് ഹസൻ എന്ന് പറയുന്ന ആള്. മൗലാന മസൂദ് ഹസനെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. അയാളാണ് ഇന്ത്യക്കെതിരായിട്ട് ഇപ്പൊ ഭീകരപ്രവർത്തനം നടത്തുന്ന ജയ്ഷെ ഇ മുഹമ്മദിന്റെ മേലെ അതിൻ്റെ സ്ഥാപകനും അതിൻ്റെ നിയന്ത്രിക്കുന്ന ആളും. ഒസാമ ബിൻ ലാദനെ നമുക്കറിയാം അമേരിക്ക എങ്ങനെയാണ് പാകിസ്ഥാനിനെ അവിടുത്തെ അബോട്ടാബാദിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്ന്. അതൊരു കൃത്യമായ ഒരു ഓപ്പറേഷൻ അവരുടെ നേവിയാണ് നടത്തിയത്. നേവിക്ക് അതേ രീതിയിലുള്ള ഓപ്പറേഷനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ നേവിയുടെ പ്രവർത്തനമാണ്, അല്ലാതെ അവിടുത്തെ എയർഫോഴ്സിൻ്റെ ആയിരുന്നില്ല, അവരുടെ ആർമിയുടെ ആയിരുന്നില്ല. പക്ഷെ നേവിയുടെ അവരുടെ ആ കൃത്യമായ ആ ഓപ്പറേഷൻ കൊണ്ടാണ് അബോട്ടാബാദിൽ നിന്ന് അയാളെ തട്ടിക്കൊണ്ടുപോകാൻ അവർ കഴിഞ്ഞതും പിന്നീട് കൊലപ്പെടുത്തിയതും. അതുപോലെ തന്നെ മൗലാന മസൂദ് ഹസൻ ഇന്ത്യയിൽ നിന്ന് പ്ലെയിൻ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരുടെ ഡിമാൻഡ് ഇയാളെ വിട്ടുകൊടുക്കണമെന്നായിരുന്നു. അവർക്ക് ഏറ്റവും ആവശ്യമായ ഒരാൾ തന്നെയായിരുന്നു ആ മൗലാന മസൂദ് ഹസൻ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അക്രമം മുഴുവൻ നമ്മൾ ഈ ഭീകരവാദികൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന 9 സ്ഥലത്ത് അതിൻ്റെ ബ്രാഞ്ചും ട്രെയിനിങ് ഒക്കെ നടക്കുന്ന, കൃത്യമായി പറഞ്ഞ 5 സ്ഥലങ്ങളാണ്. 9 സ്ഥലങ്ങളിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തു, ഇനി സ്ട്രൈക്ക് ചെയ്യും. ഇന്ത്യയുടെ മേജറായിട്ടുള്ള ആയുധങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന അത് സർജിക്കൽ സ്ട്രൈക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ആ മിസൈല് സ്കാൽപ്പ് മിസൈല്, SCALP സ്കാൽപ്പ് മിസൈല് കൃത്യമായി 100 മീറ്റർ വരെ പോകുന്നത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 500ൻ്റെ സാധനം റിസർവായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നിട്ടില്ല. ഏറ്റവും മിനിമത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ ആക്രമണം നടത്തുന്നത്. ആ സ്കാൽപ്പ് ക്രൂസ് മിസൈലിൻ്റെ കൂടെ ഹാമർ ബാൻഡ് ബോംബുകൾ നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് ആ ഏരിയ മുഴുവൻ തകർക്കുന്നത്. ആ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇന്ത്യ ഒരു തരത്തിൽ ഉപയോഗിക്കുന്നത്. മറ്റുള്ള ഒരു അവിടുത്തെ ജനവാസ മേഖലയിലോ അവരുടെ ഷോപ്പിംഗ് സെൻ്ററുകളിലോ അവൊന്നും ഒരു നാശനഷ്ടം പെടുത്താതെ കൃത്യമായ ഇവരുടെ ഓപ്പറേഷൻ്റെ ആ ട്രെയിനിങ് സെൻ്ററിലും അവരെ അതിൻ്റെ ലീഡേഴ്സ് ഇരിക്കുന്ന സ്ഥലങ്ങളിലും കൃത്യമായി ഓപ്പറേഷൻ നടത്തി ഇന്ത്യയുടെ ഇൻ്റലിജൻസ് മുഴുവൻ കൃത്യമായി ആ ഡീറ്റെയിൽസ് എല്ലാം നടന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ നേതാക്കന്മാരെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലപ്പുറം നമ്മൾ സഞ്ചരിക്കത്തില്ല. ഇതൊരു വാറായിട്ടെന്ന് പറഞ്ഞാൽ കണക്കാക്കാനേ പറ്റില്ല. നമ്മൾ ഭീകരരെ കൊല്ലുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സംഘർഷം ഉണ്ടാവും, ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. കാരണം ഒരു രാജ്യത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു ചുമതലയാണ്. പൗരന്മാരെ സംരക്ഷിക്കേണ്ടതും അതിന് രാജ്യത്തിനെ കയറി ആക്രമിക്കുന്നതിനെ തുരത്തേണ്ടതും ഇന്ത്യയുടെ ആവശ്യം തന്നെ. ഇന്ത്യയുടെ കാശ്മീർ ഭാഗത്തും അതുപോലെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ഭാഗത്തും നടത്തുന്ന ടെററിസ്റ്റ് ആക്രമണങ്ങൾ അത് ശമിപ്പിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ജമ്മു കാശ്മീരിൽ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ 26 നമ്മുടെ സഹോദരങ്ങളെ കൊന്നതുൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു രാജ്യത്തിൻ്റെ കടമയാണ്. ആ രാജ്യത്തിനെ ചുക്കാൻ പിടിക്കുന്നവരുടെ കടമയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത അവരുടെയാണ്. നമ്മുടെ 26 പേരെ ഇന്ത്യയെ കടന്നാക്രമിച്ച് കൊന്നതാണ്, ജാതി ചോദിച്ച് കൊന്നതാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കൊന്നും ഇന്ത്യയെ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യ തിരിച്ചടിച്ചു. അതൊരു രാഷ്ട്രത്തിൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് ആരും മിണ്ടില്ല. എങ്കിലും ലോകത്തിലെ ഇന്നത്തെ സാമ്പത്തിക ശക്തി ഉള്ളവരടുത്തും അതുപോലെ സൈനിക ശക്തി ഉള്ളവരടുത്തെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മിനിമം ആക്രമണം നടത്തും. അത് പാകിസ്ഥാനോടല്ല, അവിടുത്തെ ടെററിസ്റ്റുകളോടാണ്. പാകിസ്ഥാനിലെ സൈനിക മേധാവികളെല്ലാം ഈ ടെററിസ്റ്റിനെ ആണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു പ്രവർത്തനവും സാമൂഹികമായിട്ടോ അതുപോലെ തന്നെ വ്യാവസായികമായിട്ടോ ഒന്നും കൃഷി രീതിയിലായിട്ടോ ഒന്നും പാകിസ്ഥാനിൽ നടക്കുന്നില്ല. അവിടുത്തെ ചെറുപ്പക്കാരുടെ എല്ലാ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ ചേർന്നാൽ അവർക്ക് ഇഷ്ടം പോലെ പണം കിട്ടും, അവിടെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുക്കണം, അന്നേരം മുതൽ അവർക്ക് ശമ്പളം കിട്ടും. ആരാണ് ലോകത്തിലെ ഏത് രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനിലെ ഈ ഭീകര സംഘടനകൾക്ക് പണം കൈമാറ്റം ചെയ്യുന്നത്? കാരണം
പാകിസ്ഥാനിലെ ഉള്ള അവിടുത്തെ പൗരന്മാർക്ക് അവിടുത്തെ രാഷ്ട്രീയ മേധാവികൾ ആരും ഒരു സ്വയം പര്യാപ്തതയിൽ പാകിസ്ഥാനെ കൊണ്ടെത്തിക്കാൻ ഇന്ന് വരെ 1947 സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഇന്ന് വരെ അവരാരും ശ്രമിച്ചിട്ടില്ല. അന്ന് മുതൽ പട്ടാള ഭരണമാണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയ ഭരണം ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പട്ടാളക്കാർ പറയുന്നതിന് അപ്പുറത്തോട്ട് അവർക്ക് പ്രവർത്തിക്കാനൊക്കില്ല. അതേ ഗതി തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീനഗറിലെ അവസ്ഥ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ അവസ്ഥ വളരെ ശാന്തമാണെങ്കിലും പാകിസ്ഥാൻ ബോർഡറിൽ ഉള്ള ഷെല്ലാക്രമണം മാത്രമാണ് നമുക്കൊരു ശല്യമായിട്ട് വന്നിരിക്കുന്നത്. 3 പൗരന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 33 സ്ഥലങ്ങളിൽ അവർ കോൺസെൻട്രേറ്റ് ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏരിയയിലായിട്ടുള്ള അക്രമം ഈ സ്ഥലങ്ങളിൽ നടന്നു കഴിഞ്ഞാൽ ഈ ഷെല്ലാക്രമണം പതുക്കെ നിന്നേ വെക്കുള്ളൂ. അവർക്ക് നിർത്തിക്കൊണ്ട് പോകേണ്ടി വരും. പക്ഷേ ഇല്ലെങ്കിൽ നമ്മൾ 3 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ വളരെ സൂക്ഷിച്ച് ആണ് മുന്നോട്ട് നീങ്ങുന്നത്. അതിർത്തിയിലുള്ളവരെല്ലാവരും പിന്മാറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രത്യാക്രമം അവിടെ നിന്ന് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ മോക്ക് ഡ്രില്ല് ഇന്ത്യ പരിശീലിക്കാൻ തുടങ്ങുന്നുണ്ട്. 244 സെന്ററുകളിൽ ഇന്ത്യയിലെ മോക്ക് ഡ്രില്ല് നടത്തുന്നുണ്ട്. കേരളത്തിലെ 2 സ്ഥലങ്ങളാണ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, തിരുവനന്തപുരം, കൊച്ചി. എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് അത് 14 ജില്ലകളിലേക്കും മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മോക്ക് ഡ്രില്ലായിരിക്കും കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ എന്തിനും തയ്യാറായി ഇരിക്കുന്നു. അതേസമയത്ത് പ്രതിപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ഇന്ന് പ്രൈം മിനിസ്റ്ററെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇന്ത്യയുടെ ജനാധിപത്യ രീതിയിലുള്ള നമ്മുടെ മറുപടിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഇന്ത്യൻ പട്ടാളക്കാരെ മുഴുവൻ ആശ്ലേഷിച്ചുകൊണ്ടും അവരെ മുഴുവൻ പ്രകീർത്തിച്ചുകൊണ്ടും അവർക്ക് പിന്നിൽ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക്. രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരാഴ്ചത്തോളം എങ്കിലും നീണ്ടു നിൽക്കാനുള്ള സാധ്യത, കാരണം ഒരാഴ്ചത്തെ കൂടുതലുള്ള ആമിനേഷനൊന്നും പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവെന്നാണ് വിലയിരുത്തിക്കപ്പെടുന്നത്. നമുക്കൊരു 40-50 ദിവസം വേണ്ടി കൃത്യമായ വാറാണെങ്കിൽ തന്നെയും 40-50 ദിവസത്തിനുള്ള ആമിനേഷൻസ് എല്ലാം സ്റ്റോക്കുകളുണ്ട്. അതുപോലെ ഇന്ത്യയുടെ തന്ത്രങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു മികവുറ്റ തന്ത്രമാണെന്ന് ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ അവരുടെ പ്രതിരോധ രീതിയും അവരുടെ അക്രമ രീതിയൊക്കെ തന്നെയാണ്. അതിനേക്കാട്ടിലും കിടപിടിക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ ഇപ്പോൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 1:41 ആണ് നമ്മൾ പ്രത്യാക്രമണം നടത്തിയതെങ്കിലും 3 മണിവരെ നമ്മുടെ വാർ റൂമിലെ സൗത്ത് ബ്ലോക്കിലെ വാർ റൂമിൽ ഇന്ത്യയിലെ സൈനിക മേധാവികളെല്ലാം ഉറക്കളച്ച് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ പ്രൈം മിനിസ്റ്റർക്കും രാജ്യരക്ഷാ മന്ത്രിക്കും കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇതിന് ഒരു ശാശ്വത പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു 7 ദിവസത്തിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പോവില്ല എന്നാണ് ഞാൻ കരുതുന്നത്.